ഹായ് അസ്സലാമു അലൈക്കും. അപ്പം എന്തെല്ലാവരും വർത്താനം സുഖമില്ലേ? അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും പൊന്നാനി പോയതല്ലേ ഹാർബറിൽ മീൻ വാങ്ങാൻ പോയത്. പക്ഷെ വിചാരിച്ച മീൻ ഇല്ലാത്ത കാരണം മീൻ പിടിച്ച് പോന്നിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ പോയിരുന്നത് നെസ്റ്റോക്ക് ചെയ്യുന്നിട്ടാ. അങ്ങനെ നെസ്റ്റോക്ക് എത്തി. പിന്നെ അടുത്ത പരിപാടി എന്താ, വണ്ടി പാർക്ക് ചെയ്യുന്ന പരിപാടിയല്ലേ. അപ്പോൾ പോയി നോക്കിയപ്പോഴാണല്ല വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ചുറ്റി കറങ്ങി നടന്നിട്ടാ. പാർക്ക് ചെയ്താലല്ലേ നമുക്ക് മേലെ കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഇങ്ങനെ പാർക്കിങ്ങും തപ്പി ഇങ്ങനെ നടക്കിന്നിട്ടാ. കുറേ അവിടെ ഇവിടെയൊക്കെ ഇടാൻ നോക്കും, പക്ഷെ അവിടെയൊക്കെ ആൾക്കാരിക്കാരും, അതായത് വണ്ടി ഇടാൻ പറ്റിയ സ്ഥലമില്ല. അങ്ങനെ പിന്നെ തപ്പി തിരഞ്ഞ് നടന്ന് ലാസ്റ്റ് നമുക്ക് കിട്ടി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമായിട്ടാ. പിന്നെ കിട്ടിയ സ്ഥലത്ത് വേഗം വണ്ടി കൊണ്ട് കയറ്റിയിട്ട് എന്നാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് പോയി വരാനോ മറ്റേ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പോയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ എന്തായാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ ഈ പോക്കാണ് നമ്മൾ എന്തോരം സ്നേഹമുള്ള മാപ്പിളയും പെണ്ണുങ്ങളും തന്നെ. ഈ സ്നേഹം എന്താണെന്ന് ചിലപ്പോൾ കാണിച്ചാലട്ടാ. എൻ്റെ കൈ വിടാതെ കൈ മുറുക്കി പിടിച്ചിട്ടാട്ടോ പിന്നെ ഈ നെസ്റ്റോൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അതങ്ങനെ തന്നെയാണ്. എന്ന് പോയി അന്ന് നെസ്റ്റോൻ്റെ ഉള്ളിലെത്തുമ്പോൾ പ്രത്യേക തരം സ്നേഹക്കാരട്ടെ ലാലുവിന്. അപ്പം എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം കണ്ടില്ലേ, കൈ വിട്ടിട്ട് നേരെ തോളിലാണ് കൈ ഇട്ടുന്നത്. പിന്നെ നമ്മൾ പായൂലല്ല, ഈ തോളിൽ കൈ കണ്ട് ഇട്ടാൽ പിന്നെ അങ്ങോട്ട് തിരിയാനും പറ്റില്ല ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല. അങ്ങനെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്നോടറിയാം എന്ത് കണ്ടാലും ഒക്കെ നമുക്ക് വേണ്ടിയിരുന്നു അറിയിട്ടാ. സത്യം തന്നെയാണ്. എന്തൊക്കെയുണ്ടാവും നമുക്ക് വേണ്ടി വരും, വേണ്ടാത്തതിനും നമുക്ക് വേണ്ടി വരും. അതാണ് സ്വഭാവം. അത് കാരണമാണ് ആരും കൈ വിടാതെ തോളിലൊക്കെ കൈയിട്ട് ഇങ്ങനെ കൊണ്ടിറക്കുന്നത് കേട്ടോ. അപ്പോൾ കാണുന്നവരെടുത്ത് ഒരു സ്നേഹമാണ് ഈ പെണ്ണും ചക്കരുന്നതൊക്കെ. എന്തിനുള്ള സ്നേഹം നമുക്കല്ലേ അറിയുള്ളൂ. ലാസ്റ്റ് ഞാൻ പറയുന്നത് വിട്ടാടി എനിക്കറിയാം പോകാൻ അറിഞ്ഞിട്ട് കൈയൊക്കെ വിട്ടിട്ട് ഞാൻ മുന്നിൽ പോവട്ടെ. അതെന്താ രണ്ടാം നിലയിൽ കട്ടായി പോകുന്നത്. അപ്പം എന്താ വെച്ചാൽ അവിടെ ഈ ഡ്രസ്സും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ടാണ്. അതിപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ അതല്ല. അടിയിലിപ്പോൾ കാര്യമായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ഫ്രൂട്ട്സുകളും പച്ചക്കറികളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പിന്നെ നട്ട്സും കാര്യങ്ങളും അങ്ങനെ ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അത് എനിക്കെല്ലാം പോലെ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മേലൊക്കെ എത്തുമ്പോൾ പ്രത്യേക തരം ഒരു സുഖം കേട്ടോ. അല്ല എന്താ പറയുക, സ്വർഗത്തൊക്കെ എത്തിയ ഒരു ഇതാട്ടോ. കാരണം നമുക്ക് വേണ്ട സാധനങ്ങളാണ് മുഴുവൻ, ഡ്രസ്സും അതും ഇതും ഒക്കെ ആയിട്ടാ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ലാലും ഇങ്ങനെ പറയട്ടെ, ലാലും വേഗം എന്താ കട്ടിക്കൂടി ഞങ്ങൾ കയറിയിരിക്കണത് മേലക്ക് പൊട്ടുംകുറ്റി തരുന്നിട്ടാ. ഞാനിവിടെ ഡ്രസ്സും ഇതൊക്കെ തപ്പി നടന്നതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടക്കിയതിട്ടാ. അതിൻ്റെ ഇടയിൽ ലാലും എല്ലാം മുങ്ങിക്കണം. അപ്പുറം പാത്രത്തിൻ്റെ സൈഡിലേക്ക്, ഈ സൈഡിലെ ഡ്രസ്സുകളപ്പുറം പാത്രങ്ങളും കേട്ടോ. അപ്പോൾ ലാലും എല്ലാം അങ്ങോട്ട് തിരിയാൻ നോക്കും. കാരണം ഇവിടെ നിന്ന് മുട്ടി തിരിഞ്ഞ് നിന്നാൽ ലാലുവിന് പണി കിട്ടുമെന്ന് ലാലുവിന് നന്നായിട്ടറിയാം. അപ്പോൾ ലാലു ഇന്നിട്ടെറിഞ്ഞുകൊണ്ട് വേഗം പാത്രങ്ങൾ പോയില്ല. പിന്നെ വിൽക്കാരൻ ഞാനും പോകില്ല. ഏതാ ലാലുവിൻ്റെ ബുദ്ധി എന്നാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇറക്കിയിരുന്നു. നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഇട്ടാൽ വന്ന കാര്യം എന്തായാലും പുട്ടുകുറ്റി തപ്പിയിട്ടുണ്ട്. ലാലുവിന് പുട്ടുകുറ്റി തപ്പില്ല. ഞാനാണല്ലോ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളായിട്ടാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. കാരണം വന്ന സാധനം പുട്ടുകുറ്റിയാണെങ്കിലും ഞാൻ തപ്പണ എന്താ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, അങ്ങനെ വേണ്ടാത്ത സാധനങ്ങളായിട്ടാണ് ഞാൻ നോക്കി നടക്കുന്നത്. അത് കാരണമാണ് ലാലുവിൻ്റെ കൈ പിടിച്ച് പോയിട്ടും തോളിൽ കൈയിട്ടിട്ടൊക്കെ നടക്കുന്നത് കേട്ടോ. എന്താ ലാലുവിനെ അറിയാം. അതിൻ്റെ ഉള്ളിൽ കയറിയാലും അത്യാവശ്യം എല്ലാം പൊട്ടിച്ചൊന്ന് ലാലുവിനെ അറിയാം. അതുകൊണ്ട് കണ്ടറിഞ്ഞ് തോളിൽ കൈയിട്ട് നടത്തിയേക്കാരട്ടെ. അപ്പം എന്നോട് അറിയാം. അപ്പം ഞാൻ അങ്ങനെ പറയും, എന്തോരം സ്നേഹമുള്ള മാപ്പിളയെന്നൊക്കെ അങ്ങനെ കളിയാക്കുമ്പോൾ എന്നോട് പറയും, അന്നാണ്ട് വിട്ടയച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അത് സത്യം തന്നെയാണ്. കാരണം കാണൊക്കെ എനിക്ക് വേണ്ടി വരും. പിന്നെ ആ കുട്ടി ഞങ്ങളെ നോക്കി ഭയങ്കര ചെറിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ കുട്ടീനെ. പിന്നെ നമുക്ക് ചിരിച്ച് വരുമ്പോൾ നമ്മൾ ചിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ആ കുട്ടിക്ക് ചെറിയും പാസ്സാക്കി കൊടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പുറം വന്നിട്ട് അങ്ങനെ പിന്നെ അവിടെ ഉള്ളൊരു സ്റ്റാഫിനെ വിളിച്ചാൽ വേണ്ടിയിട്ടായിരുന്നു ലാലു അങ്ങോട്ട് പോയിരുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ നോക്കി വന്നപ്പോൾ ലാലുവിനെ കാണാനില്ല. അപ്പോൾ ദബ്ബനെ തിരഞ്ഞു പോയതാണ്. അങ്ങനെ ഓനി വലിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെയും തിരഞ്ഞു നോക്കലോട് കേട്ടോ പുട്ടുംകുറ്റി. അപ്പോൾ രണ്ടാളും കാര്യമായിട്ട് അവിടെ പുട്ടുംകുറ്റി തപ്പുന്ന തിരക്കാട്ടോ. എനിക്ക് പിന്നെ ഇതൊന്നും ബാധകമില്ല. കാരണം ആ പുട്ടുംകുറ്റി ഒരേ വലുപ്പമാണ്. അതായത് ഒരേ വലുപ്പം ഒരേ മോഡൽ, വലുതും ചെറുതൊക്കെ ഉണ്ട്. പിന്നെ പല തരം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സാധാ പുട്ടുംകുറ്റി മതിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ നേരെ പുറത്തതങ്ങനെ മരത്തിൻ്റെ കയ്യിലാണ് ചിരട്ടക്കയിലുകളൊക്കെ ഇട്ടാൽ അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ചിരട്ടക്കയിൽ. അപ്പോൾ ഈ ചിരട്ടക്കയിലിൻ്റെ കുഞ്ഞു കയ്യിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പൂതിയിട്ടാണ്. കുഞ്ഞു കയ്യിൽ ഇങ്ങനെ വേങ്ങാൻ. പിന്നെ അതിൻ്റെ ചെറിയ സ്പൂണൊക്കെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ പൊടി കൊടുക്കുക അങ്ങനെയൊക്കെ പറ്റുമല്ലോ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാം. അങ്ങനെ പല തരം സ്പൂണും കയ്യിലുകളും ഇട്ടാൽ അതൊക്കെയാണ് എൻ്റെ ഒരു ഇതിട്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ എനിക്ക് ആവശ്യമായിക്കാരം. അങ്ങനെ പിന്നെ മൺചട്ടി അതും ഇതായിട്ട് പലതരം പാത്രങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നടന്നിട്ടാ. അങ്ങനെ പിന്നെ ഇത് തിരിഞ്ഞെത്തി എങ്ങോട്ട് ആ ഡ്രസ്സിൻ്റെ പതുക്കേക്കറി. ലാസ്റ്റ് ലാലു അറിവാ പോവാറിട്ട് വേറെ കൊട്ടെടുത്തിട്ട് നമ്മളെടുത്ത് സാധനം ആയിക്കൊണ്ടിട്ട് അങ്ങനെ പോകട്ടെ. അപ്പം ഞാൻ പറഞ്ഞാൽ ഉന്തിക്കോളാറ്. അപ്പം ഉന്തും വില കടിച്ചിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുമ്പോൾ ഞാൻ അങ്ങോട്ടോ അങ്ങനെ ഇട്ടാ. ഇപ്പോൾ ഇതിൻ്റെ അതേമാതിരി തന്നെ ഈ കുട്ടീൻ്റെ അവസ്ഥ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഉന്തും, പക്ഷെ കൊട്ടയും ചട്ടിയൊക്കെ പോകുന്നത് വേറെ വയ്ക്കേക്കാം. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, വേഗം കൊട്ട ലാലുവിൻ്റെ കൈക്കാണ് കൊടുത്തിട്ടാ.
എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ കൂളായിട്ട് നടന്നു. അപ്പോൾ ലാലും അത് കൂളായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനും ഇതായിട്ട് കൊട്ടയിട്ട് പോവുകയാണെങ്കിൽ 4 ആൾക്കാരെ കുത്തിയിട്ടൊക്കെ കേൾക്കാറ്. പിന്നെ വെറുതെ തല്ലുള്ളാണ്ട് എന്നെ വെച്ചിട്ട് വേഗം ഇഷ്ടമല്ലേ, നിറച്ച ആൾക്കാരുമല്ലേ, വെറുതെ ഭക്ഷണം വേണ്ടല്ലോ, വേഗം ലാലുവിനെ കൈക്കൊണ്ട് കൊടുക്കും. അങ്ങനെ എന്തായാലും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇല്ലാത്ത മതിലില്ല, ചെടി അത് ഇത് ഉമ്മയും ബാപ്പയും അല്ലാത്തവരൊക്കെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ പോയാൽ കിട്ടും പലതരം സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പച്ചക്കറി എടുക്കാൻ വേണ്ടി പോയി. അപ്പം പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിയ പച്ചമുളക്, വെല്ലുള്ളി, തക്കാളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ കുറച്ച് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നെല്ലിക്ക കണ്ടിട്ട്, അപ്പോൾ ഈ നെല്ലിക്ക കണ്ടപ്പോൾ ഒരു പൂതി നെല്ലിക്ക തിന്നാൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 5-6 മതിക്ക് നിനക്ക് പൂതിക്ക് തിന്നാൻ നെല്ലിക്ക എന്നിട്ട് അങ്ങനെ 5-6 നെല്ലിക്ക കേട്ടാ. അത് തിന്നൊന്നില്ല കേട്ടാ, പൂതിക്കൊരു 2 തിന്നും, പിന്നെ അതങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ 5 മതിയാറട്ടെ, അങ്ങനെ കണക്കാക്കി 5 എടുത്തിട്ടാ. അങ്ങനെ കിട്ടി 5 കവർക്കാക്കിയിട്ട്. എന്ത് ഈ 5 കണക്ക് വെച്ചാൽ ഞാൻ പൂതിക്ക് എന്ന് പറഞ്ഞിട്ട് ആ സാധനം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ 1-2 തിന്നും, അത് അവിടെ അങ്ങനെ ഇരുന്ന് ഉണങ്ങുന്നല്ലാതെ പിന്നെ തീറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഒരു സ്വഭാവമാണ്, എന്തെങ്കിലും കണ്ട അപ്പൊക്കെ ഒരു പൂതിയെ കരട്ടെ, ആ പൂതിക്ക് കൊടുന്ന് പെരയ്ക്ക് എത്തിയാൽ പൂതി വന്ന വഴി എടുക്കാൻ പോയി എന്നാവട്ടെ, അങ്ങനെയായിട്ടാ. പിന്നെ അത് കിട്ടിയ സാധനങ്ങളൊക്കെ ലാലുവിൻ്റെ കൈക്കത്ത് നിന്നെ ഏൽപ്പിച്ചിട്ടാ. അപ്പം പറഞ്ഞു ഇത് വെച്ച് പിടിച്ചാനാണ് കേട്ടോ, കാരണം കൈ നിറച്ച സാധനങ്ങളായിരുന്നു. പിന്നെ ലാലു എന്തായാലും അവിടുന്ന് ഒരു കൊട്ട എടുത്തിട്ടാ. കൊട്ട ഉണ്ടായിരുന്നില്ല, കാരണം എന്താ തിരക്കിയെന്ന്. പിന്നെ ആരോ ഒരാൾ അവിടെ വെച്ച് പോയിരുന്നൊരു കൊട്ട ഉണ്ടായിരുന്നിട്ട്, കാലിക്കൊട്ടയായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങളെ സാധനങ്ങൾ അയക്കാണ്ടിട്ടിട്ട് ഞങ്ങൾ സ്വന്തമാക്കിയിട്ട് ആ കൊട്ട. പിന്നെ പെരൻ്റെ ഉള്ളിൽ ആവശ്യമായിട്ട് ബാത്റൂമൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ വേഗാൻ വേണ്ടി വന്നിട്ടാണ്. എനിക്കാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഈ കൊട്ടകൾ ഉന്തി നടക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം നടക്കണില്ല, കാരണം നമ്മളൊരു കൈക്ക് ഈ കൊട്ടയും ഒരു കൈക്ക് ആ ഫോണും ആകുമ്പോൾ നമ്മൾ ഉന്തിനോടത്ത് കലയിക്കാരെ കൊട്ട വേറെ ആരെങ്കിലുമൊക്കെ മേത്ത് പോയി കുത്തിയേക്കാരട്ടാ. അത് കാരണമാണ് ഞാൻ ലാലുവിൻ്റെ കൈക്ക് കൊടുത്തിട്ട്. പിന്നെ 2 വേങ്ങിയിട്ടാ. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ പോന്ന്. പിന്നെ ലാലു ചായപ്പൊടി തപ്പാട്ടാ. അങ്ങനെ ഈ ചായപ്പൊടി തപ്പിയപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ ചായപ്പൊടീൻ്റെ അപ്പം എന്താ ഒരു പഞ്ചസാര ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രീ ആയിട്ട്. അത് ഞങ്ങൾക്ക് അറിയില്ലേനും കേട്ടോ, എടുക്കുമ്പോൾ അറിയില്ലേനും അതിന് ഓഫറുള്ള കാര്യം കേട്ടോ. പിന്നെ എനിക്ക് ഈ നെസ്റ്റോൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാരണം എന്താ വെച്ചാൽ ഈ സാധനങ്ങൾ ഇങ്ങനെ പെറുക്കി കൊട്ടയ്ക്ക് ഇട്ടിട്ട് ഈ കൊട്ട ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്ന രസം ഉണ്ടല്ലോ, അത് വേറൊരു രസം തന്നെ കേട്ടോ. വെറുതെ ഒന്നുമില്ലെങ്കിൽ 2 സാധനം എടുത്താലും വെറുതെ ഇങ്ങനെ ഒരു ഷോക്ക്, വെറുതെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രത്യേക തരം ഒരു സുഖം കേട്ടോ. അത് എന്താ സുഖമാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകേണ്ടത്. ഓരോ സാധനങ്ങളുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്ക് തിരക്കടില്ലേ, അവിടെ നമ്മൾ 3-4 സാധനങ്ങളൊക്കെ വാങ്ങാനാവും വരുന്നത്. അങ്ങനെ വരുന്ന സാധനങ്ങൾ ഈ കൊട്ടയിൽ ഇടും കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉന്തി നടക്കും, അതേ രസമാണ് കേട്ടോ എനിക്ക്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, ആഴ്ചയിൽ സാധനം വേങ്ങുന്നതുകൊണ്ട് വല്ലാതെ നമുക്ക് തോന്നെ സാധനം വേങ്ങാനുണ്ടാവില്ല. നമ്മളൊരു മാസത്തിനൊക്കെ വേങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സാധനം ഉണ്ടാവില്ല. ഞങ്ങൾ പിന്നെ ആഴ്ചയിൽ ഇങ്ങനെ ഗൈഡിനനുസരിച്ച് അങ്ങനെ കൊണ്ടുപോകും. അപ്പം പിന്നെ വല്ലാതെ ഇല്ല കേട്ടോ. പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ അതാ നമ്മൾ ബില്ലടിച്ചാൽ വേണ്ടിയിട്ട് ഇങ്ങനെ അവൾക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞങ്ങളെ മുന്നേ ഉള്ള കാക്കാക്കുട്ടിയാണല്ലോ തോന്നെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം അറ്റങ്ങളത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ബില്ലടിച്ചാൽ, അങ്ങനെ നമ്മളത് ബില്ലടിച്ചാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടാട്ടോ. അങ്ങനെ പിന്നെ അടുത്ത പരിപാടി എന്താ, നമ്മളെ ബില്ലടിച്ചൽ ചെയ്യുന്നിട്ടാ. അപ്പോൾ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയതിട്ടാ. സത്യം പറയാമല്ലോ, കുറേ നേരം ബില്ലടിച്ചാൻ വേണ്ടിയിട്ട് വരി നിന്നിട്ട് നിന്ന് ഇടങ്ങറിൻ്റെ ഔത്തായിട്ട് നമുക്ക് അരമണിക്കൂർ സാധനം എടുക്കാനുള്ളതിലും ബില്ലടിച്ചണമെങ്കിൽ ഉണ്ടെങ്കിൽ 2 മണിക്കൂർ അവിടെ മേപ്പോട്ട് നോക്കി നിൽക്കണം കേട്ടോ. അതപ്പം കണ്ട ഞങ്ങളെ ബാക്കിലൊക്കെ ഉള്ള അവസ്ഥ എന്തുമാതിരി തിരക്കാന്ന്. അപ്പം ബില്ലടിച്ചപ്പോൾ ഓള് പറയട്ടെ, ഈ ചായപ്പൊടീൻ്റെ കൂടെ ഇങ്ങനെ 1/2 കിലോൻ്റെ പഞ്ചസാര ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ 1/2 കിലോന് വെച്ചിട്ട് ഞങ്ങൾ ആ പഞ്ചസാര വാങ്ങാൻ വേണ്ടി പോയിട്ട് അങ്ങനെ 1/2 കിലോൻ്റെ പഞ്ചസാരയും കിട്ടിയിട്ട് അങ്ങനെ കിട്ടിയ പഞ്ചസാര കവർക്ക് ഇട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടാ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, വന്നപ്പോൾ എന്തോ ഒരു സ്നേഹം, കൈയൊക്കെ പിടിച്ച് വലിച്ച് കയറ്റി കൊണ്ടുപോയി. ഇപ്പോൾ വന്നപ്പോൾ അതെന്നെ ഇട്ടൊരു മുന്നിൽ പായുന്നു. ഇനി ലാലുവിനെ അറിയില്ല തിരിച്ചു പോകില്ല എന്ന്, അതുകൊണ്ടാട്ടെ ലാലു ഈ പായുന്നത്. പോകുമ്പോൾ പിന്നെ കൈ പിടിച്ചില്ലെങ്കിൽ ലാലുവിൻ്റെ ടൗസർ കീറുന്ന ലാലുവിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ പേസ് കാലിയാക്കണ്ടല്ല ചിട്ടണ ആ സ്നേഹപ്രകടനങ്ങളൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ, ഈ ആണുങ്ങളൊക്കെ ഒരുപോലെ തന്നെയല്ലേ. അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് പോയാൽ നൂറ് സ്നേഹക്കാരെ ഒരു കൈ വിടാതെ കൊണ്ടുനടന്ന് നോക്കുമ്പോൾ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ നിന്നൊക്കെ പോന്ന് പിന്നെ തിരൂര് മാർക്കറ്റിലേക്ക് പോന്നിട്ട് ഞങ്ങൾ അന്ന് സംഭവിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുട്ടും കുറ്റി എടുത്തില്ലല്ല, എടുത്ത പുട്ടും കുറ്റി സാധനങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്ത്. അങ്ങനെ പിന്നെ ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ പുട്ടും കുറ്റി എന്താ പാട് നോക്കിയിട്ട് വേഗാറുണ്ടാ. അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ചെറിയ ഞങ്ങൾക്ക് ഭാഗത്തെ പുട്ടും കുറ്റി കിട്ടിയിട്ടാണ്. ഞങ്ങൾ പിന്നെ 3 ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ വലിയൊരു പുട്ടുംകുറ്റീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പാകത്തെ പുട്ടുംകുറ്റി തപ്പി നടക്കിയിട്ട് അങ്ങനെ കിട്ടിയിട്ടാ പുട്ടുംകുറ്റി. പിന്നെ വെറുതെ ഒരു രസം അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി കാണണ്ട പലതരം പാത്രങ്ങൾ. എനിക്കാണെങ്കിലും അങ്ങനെ കുഞ്ഞു പാത്രങ്ങൾ കണ്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ടാ. എനിക്ക് എന്താണെന്നാവട്ടെ അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അങ്ങനെ എല്ലാ പാത്രങ്ങളൊക്കെ എടുത്തിങ്ങനെ നോക്കി എന്നിട്ട് ഞാൻ കുഞ്ഞി കപ്പ് അതും ഇതൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ അതൊക്കെ അങ്ങ് നോക്കി നടക്കിയിട്ടാ. അതിൻ്റെ ഇടയിൽ അത് നമ്മളെ പുട്ടുംകുറ്റിയൊക്കെ പാക്കാക്കി ഇട്ടിട്ടാ.
അങ്ങനെ പിന്നെ അവിടെ നോക്കി നിന്നപ്പോൾ അതാ തിരൂർ ബസ് സ്റ്റാൻഡൊക്കെ ആട്ടെ ഏകദേശമൊക്കെ ഇങ്ങനെ തിരക്ക് ഒഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. കാരണം ആ നേരം അയക്കണ്. പിന്നെ നല്ല ചെറുതായിട്ടൊരു മഴച്ചാറ്റിലും ഉണ്ട്. പിന്നെ എല്ലാവരും പെരയിലൊക്കെ കയറുന്ന ടൈമായില്ലേ, 9 മണി 8:30 9 മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഏകദേശമൊക്കെ അടച്ച് പോകുന്ന ടൈമായാലും പിന്നെ അങ്ങനെ പൊട്ടും സംഭവങ്ങളും ഇതൊക്കെ ആക്കിയിട്ട് വേങ്ങിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ ഒരു പടി കയറി പോകണം എന്തായാലും. അങ്ങനെ പടിയൊക്കെ ഇറങ്ങി വന്ന് പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ പോയിട്ട് എന്തിനാ വെച്ചാൽ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ കാണാൻ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ പിന്നെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ തപ്പി നടക്കുന്നുണ്ട്. കുട്ടി പെൺകുട്ടി കേട്ടോ. എനിക്കാണെങ്കിൽ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് തപ്പുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ആൺകുട്ടികളാണെങ്കിൽ പിന്നെ വലിയ രസമില്ലല്ലോ, ഒരു ട്രൗസറും കുപ്പായം അല്ലെങ്കിൽ ഒരു പാൻറ്റും കുപ്പായല്ലേ. പക്ഷെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉടുപ്പ് ഇതൊക്കെ ഇതാക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് ഡ്രസ്സ് എടുത്ത് ഇറങ്ങിയപ്പോൾ കഥ പെരും ജാതി മഴ കേട്ടോ. പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഞങ്ങൾ പെരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലേന്ന്. അപ്പോൾ കോട്ടും സൂട്ടൊക്കെ പെരയിൽ തന്നെ വെച്ച് പോന്നിക്കേന്ന്. പിന്നെ പെരും മഴ ചെയ്തപ്പോൾ പിന്നെ കരുതി ഇനിയിപ്പം നിൽക്കുമല്ലോ എന്ന് കരുതി. അപ്പോൾ 9 മണി 9:15 ആയി തുടങ്ങിയിരിക്കണം. 9:30 ആയിട്ടില്ല. കടകളൊക്കെ ഏകദേശമൊക്കെ പൂട്ടേണ്ട ടൈം ആയിക്കണം കേട്ടോ. ഓരോരുത്തരും എടുത്തൊക്കെയൊക്കെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പിന്നെ 9:30 ആയിട്ടും മഴക്കൊരു ചോർച്ചയില്ല കേട്ടോ. കുറേ ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കും, കുറേ ഈ കടൻ്റെ ഉള്ളിൽ കയറും. ലാസ്റ്റ് കാക്ക ഞങ്ങൾക്കൊരു സ്റ്റൂളൊക്കെ ഇട്ടുന്നിട്ടാ കടൻ്റെ ഉള്ളിൽ. അപ്പം അങ്ങനെ ഞാൻ ആ സ്റ്റൂളുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നിട്ട് നിന്ന് മനുഷ്യന്മാർ ഓരോരു ബൈക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൂൾ എടുത്ത് തന്നപ്പോൾ ഞാൻ വേഗം കയറിയിരുന്നു. പിന്നെ ലാലും ആ കാക്കാനെ സഹായിച്ചു കൊടുക്കുന്നിട്ടാ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനിങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് കൊടുക്കുന്നിട്ട്. കാരണം ഇതിൻ്റെ കൂടെയുള്ള ആൾ പേക്കണം. പിന്നെ ഈ കാക്ക ഒറ്റക്കുള്ളൂ. ഈ കാക്കയാണെല്ലാം കോട്ടും കൊടുത്തിട്ടില്ല, ഞങ്ങളെ മാതിരി തന്നെ. ഇപ്പം ഞങ്ങൾ പോയാലല്ലേ ഈ കാക്കക്ക് കട അടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പാവം ഒരു കാക്കട്ട, പുറത്തൂരുള്ളൊരു കാക്കയാണ്. അതിനായിട്ട് എങ്ങനെ പരിചയപ്പെട്ടിട്ട് അതിനായിട്ട് വർത്താനം പറഞ്ഞ് ലാലും പിന്നെ അതിനെ സഹായിച്ചു കൊടുക്കുന്നിട്ട്. അങ്ങനെ എല്ലാ കടകളും അടച്ചു പോയിട്ട് ഞങ്ങൾ 3 ആൾക്കാരും ഇവിടെ ഇങ്ങനെ മഴനെയും നോക്കി നിൽക്കാട്ടോ. അങ്ങനെ കുറേ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ലാലുവിൻ്റെ കമ്പനിക്ക് ആ കാക്കണ്ട്. എനിക്കാണെങ്കിലും ബോറടിച്ചിട്ട് നിൽക്കാൻ വെച്ചിട്ട്. കാരണം എനിക്ക് വർത്താനം പറയാൻ ആരുമില്ലല്ലോ. പിന്നെ അങ്ങനെ ഓരോരോ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോണ വർത്താനങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പറയുന്നുട്ടോ. ബാംഗ്ലൂർക്ക് ഡ്രസ്സ് എടുക്കാൻ പോണ വർത്താനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പിന്നെ അതിൻ്റെ ഇടയിൽ കോലിട്ട് ഇറക്കിയിട്ട് നമ്മളും അങ്ങനെ ഓരോ വർത്താനങ്ങളും സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ പെരും ജാതി മഴ. മാർക്കറ്റിൻ്റെ ഉള്ളിലത്തൊക്കെ അവസ്ഥ ഇട്ടത് എന്തോ ഒരു മഴയാണ്. ലാസ്റ്റ് പിന്നെ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട്. കാരണം 10 മണിയായിട്ട് മഴക്കൊരു കുറവില്ല, ഇടിയും മഴയൊക്കെ ആയിട്ടിട്ടാ. പിന്നെ എന്തായാലും ഞങ്ങൾ വേഗം പെരേക്ക് എത്തിയപ്പോൾ അതാട്ട അവസ്ഥ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.